സാറേ, എന്റെ അമ്മച്ചിയുടെ ശവം പള്ളി ശവക്കൊട്ടയിലേക്ക് എടുത്ത അന്ന് ചിച്ചിലി കരിങ്ങണാമറ്റത്ത് ഈ ഇറയത്ത് കയറിയതാ. പിന്നെ എന്റെ വീടിതാ. ബന്ധുക്കാര് നിങ്ങളൊക്കെ തന്നെയാ. ഞാനും കൂടി വരുന്നു പറഞ്ഞു നോക്കി. ടീച്ചറോട് പോകാൻ നേരം നീ വരണ്ട, മോൾ ഒറ്റയ്ക്കായി പോവെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. ഇതൊന്നും അത്ര ശരിയല്ല മോളെ. എവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞില്ല സാറേ. പണ്ടുള്ളവര് പറയുന്നത് ശരിയാ, സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണം. ടീച്ചർ സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പാട നോക്ക്. ഒരു മോൾ അമ്മയോട് പറയാൻ പാടില്ലാത്ത വർത്താനാ കൊച്ചു ടീച്ചറോട് പറഞ്ഞത്. കഷ്ടമായി പോയി സാറേ. ഹലോ, ശരി അച്ചോ, ഞങ്ങൾ പുറപ്പെട്ടു. വഴി എനിക്കറിയില്ല, കൊച്ചിനാണിക്കറിയാം. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഇന്നലെ വൈകുന്നേരം തേനിക്കടുത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻ്റ് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നും പറഞ്ഞു. എവിടുന്നോ റെന്റിനെടുത്തൊരു ടാക്സി കാറിന്റെ ഡ്രൈവറാണ് തങ്കത്തെ അവിടെ എത്തിച്ചത്. നൗ ഷീസ് ഓക്കെ, അകത്തുണ്ട്, ഉറങ്ങണം. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിങ്ങൾ തങ്കവുമായി കാണാതിരിക്കുന്നതാണ് നല്ലത്. ലെറ്റ് ഹർ സ്ലീപ്. കൊച്ചുവിന് അവൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം മനസ്സിലായി. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ മോഹിച്ചിരുന്നു. പക്ഷേ അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നാട് വിട്ട് നിൽക്കേണ്ടി വന്നു എനിക്ക് കുറച്ചു കാലം. ഞാൻ മടങ്ങി വരുമ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവ് മരിച്ചു. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായി. ബാച്ചിലറായ ഞാൻ വീണ്ടും ആ പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. അപ്പം മരിച്ച ആ കുഞ്ഞിനു വേണ്ടി ഇനിയുള്ള ജീവിതം മാറ്റിവെച്ച് മറ്റൊന്നിനെയും പറ്റി ഞാൻ ചിന്തിക്കില്ലെന്ന് തങ്കം എന്നോട് തീർത്തു പറഞ്ഞു. അന്ന് അവരെടുത്ത ആ ഡിസിഷൻ തെറ്റായിപ്പോയെന്ന് ഇന്ന് അവർക്ക് തോന്നി. അത് തങ്കത്തിന്റെ ശരി, സ്വാഭാവികം. മകളുടെ സ്ഥാനത്ത് കൊച്ചുറാണിക്കുമുണ്ട് കൊച്ചുറാണിയുടേതായ ശരികൾ. ജീവിതം കൈമോശം വന്നു എന്ന് തോന്നിയെടുത്ത് വെച്ച് മറ്റൊരു പുരുഷനെ കണ്ടുമുട്ടുന്നു. വീണ്ടും ജീവിതം ആരംഭിക്കുന്നു. അതിന്റെ പ്രസരത്തിൽ, ത്രില്ലിൽ ത്യാഗം സഹിച്ച മമ്മയെ മറന്നു. അല്ലെങ്കിൽ മറന്നു എന്നും അമ്മയ്ക്ക് തോന്നി. മമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കിയ കൊച്ചുറാണി ചെയ്തത് തെറ്റാണ്. ത്യാഗം സഹിച്ച് വളർത്തിയ മമ്മയുടെ മകളിൽ നിന്ന് മമ്മ പലതും പ്രതീക്ഷിച്ചു. പാടില്ലായിരുന്നു. ഈ തെറ്റുകളും ശരികളുമാണ് ജീവിതം. എന്തായാലും രണ്ടാൾക്കും ചിന്തിക്കാനും തെറ്റുകൾ തിരുത്താനുള്ള അവസരമായി ഇതിനെ കാണാം. കൊച്ചു ഒറ്റയ്ക്ക് പോയി മമ്മയോട് സംസാരിക്കൂ. മമ്മ കൂടെ വരും. മമ്മയുടെ തെറ്റ് മമ്മയ്ക്ക് മനസ്സിലായി. ചെന്ന് വിളിക്കുക, മമ്മ വരും. എല്ലാരും ഇപ്പൊ എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മമ്മയ്ക്ക് അപ്പൊ എന്നൊരു ചീത്ത പറഞ്ഞാ പോരായിരുന്നോ? ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം വീട്ടിലുണ്ടായ ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി പോകണോ ചെയ്യുന്നേ? മമ്മയ്ക്ക് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് ഹർട്ട് ചെയ്തെങ്കിൽ ഐ എം സോറി. തങ്കമ്മേ മതി കേട്ടോ, കണ്ണും തുറന്നേ. ഇതിൽ കൂടുതൽ എനിക്ക് പിടിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. മമ്മ, തങ്കം, തങ്കമ്മേ.
അമ്മ അയ്യോ അമ്മേ കണ്ണോർക്ക് അമ്മേ കളിപ്പിക്കല്ലോ അമ്മ കണ്ണോർക്ക് അമ്മ 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 കൊച്ചു അമ്മ വിളിക്കണേ കണ്ണോർന്നേ ഞാനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അമ്മ അമ്മ